പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക ഫുട്ബോൾ ആരാധകരെല്ലാം വരുന്ന ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വേൾഡ് കപ്പിലെ ശക്തരായിട്ടുള്ള ടീമുകളിൽ ഒന്നാണ് സ്പെയിൻ ടീമിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു താരമാണ് യുവതാരമായ ലമീൻ യമാൽ. അങ്ങനെ ഇപ്പോൾ വേൾഡ് കപ്പിന് മുന്നോടിയായി യമാൽ ഒരു രസകരമായ കാര്യം പറഞ്ഞിരിക്കുകയാണ്. യമാൽ പറഞ്ഞതിങ്ങനെയായിരുന്നു: സ്പെയിൻ വേൾഡ് കപ്പ് വിജയിക്കുകയാണെങ്കിൽ ഞാൻ കട്ട താടി വളർത്തുകയും മീശ വെക്കുകയും ചെയ്യുമെന്നാണ് യമാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്പെയിൻ വേൾഡ് കപ്പ് വിജയിക്കുകയാണെങ്കിൽ താൻ 3 ആഴ്ചയായിരിക്കും താടി വളർത്തുക, അതോടൊപ്പം തന്നെ മീശയും വെക്കുമെന്നാണ് യമാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വേൾഡ് കപ്പിൽ ഫേവറേറ്റ്സുകളായ ടീമുകളിൽ ഒന്ന് തന്നെയാണ് സ്പെയിൻ. വേൾഡ് കപ്പ് കളിക്കാനുള്ള ഒരു ആവേശത്തിലാണ് നിലവിൽ യമാൽ. ഏറെ പ്രതീക്ഷയോടെയാണ് സ്പെയിൻ ആരാധകരെല്ലാം വരുന്ന വേൾഡ് കപ്പിനെ ഉറ്റുനോക്കുന്നത്. വേൾഡ് കപ്പിലെ സ്പെയിൻ്റെ ആദ്യ മത്സരം വരുന്നത് ജൂൺ 15-നാണ്. അടുത്തൊരു വാർത്ത വേൾഡ് കപ്പിൻ്റെ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എല്ലാവരുടെയും സംശയമാണ് ഈ വരുന്ന വേൾഡ് കപ്പ് ടി.വിയിലൂടെ മലയാളം കമൻട്രിയിൽ കാണാൻ സാധിക്കുമോ എന്നുള്ളത്. ഈ വരുന്ന ഫിഫ വേൾഡ് കപ്പ് സി കേരളം ചാനലിലൂടെ മലയാളം കമൻട്രിയോടുകൂടി തത്സമയം സംരക്ഷണം ചെയ്യും. കേരള വിഷൻ ആണെങ്കിൽ ചാനൽ നമ്പർ 4 ആയിരിക്കും. ഇനി എയർടെൽ ആണെങ്കിൽ ചാനൽ നമ്പർ 832, ഡെൻ ആണെങ്കിൽ ചാനൽ നമ്പർ 11 ആയിരിക്കും. സൺ ഡയറക്റ്റ് ആണെങ്കിൽ ചാനൽ നമ്പർ 209, ഏഷ്യാനെറ്റ് ആണെങ്കിൽ ചാനൽ നമ്പർ 107 ആയിരിക്കും. ടാറ്റ പ്ലേ ആണെങ്കിൽ ചാനൽ നമ്പർ 1812, ഡിഷ് ടി വി ആണെങ്കിൽ ചാനൽ നമ്പർ വരുന്നത് 3111-ലാണ്. DTH ആണെങ്കിലും ചാനൽ നമ്പർ വരുന്നത് 3111 തന്നെയാണ്. എന്തായാലും ഈ വരുന്ന ഫിഫ വേൾഡ് കപ്പ് മലയാളം കമൻട്രിയിലൂടെ സി കേരളം ചാനലിലൂടെ തത്സമയം കാണാൻ സാധിക്കും. ഏറെ കാത്തിരിക്കുന്ന വേൾഡ് കപ്പ് ആരംഭിക്കാനായിട്ട് ഇനി വെറും 3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.